ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നേരെ ഇങ്ങനെ കോഴിക്കൂട്ടിൽ വരുക. എന്നിട്ട് അവർക്ക് തീറ്റയെല്ലാം കൊടുത്ത് അവരിങ്ങനെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് വേറെ തന്നെ ഒരു രസമാണ്. എല്ലാമെന്ന് പറയാൻ പറ്റില്ല, സത്യതാണ്. കോഴിയെ വളർത്തുന്നവർക്ക് അറിയാം. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മളിങ്ങനെ കോഴിക്കൂട്ടിലെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാം തീറ്റ വെള്ളം എല്ലാം റെഡിയാക്കി കൊടുത്ത്, പിന്നെ ഇന്ന് നമ്മൾ കുറച്ച് പപ്പായൻ്റെ ഇലയും കൂടി നമ്മൾ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം പപ്പായൻ്റെ ഇല കൊടുക്കും, കാരണം അത് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അവർക്ക് തീറ്റ കുടിവെള്ളം എല്ലാം കൊടുത്ത്, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചത്, നമ്മളെ ചോളമില്ലേ, നമ്മൾ കോഴിത്തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോളം നട്ടിട്ടുണ്ടേനു. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2-2.5 മാസം ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നട്ടിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അന്നേരം എനിക്ക് ഓർമ്മ അത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ കൂടി ഒന്ന് എടുത്താളിയാ. അപ്പം ചോളത്തെ എന്താ പറയണ്ടേ, ചോളം കൃഷി ചെയ്യുന്നവർക്കോ അല്ലെ ചോളം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കോ ചെറിയൊരു വിവരം ഇതിൻ്റെ അകത്ത് കിട്ടും. എന്നാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളെ ലക്സിക്കുട്ടിന് ഹീടി ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് ഇങ്ങനെ നിൽക്കലാണ്. അപ്പോൾ ഓനോടൊരു സലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ ചോളത്തിൻ്റെ അടുത്തേക്ക് പോവാം. ആൾ കുറച്ച് എന്താ പറയണ്ടേ സങ്കടത്തിലാന്ന് തോന്നുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ ഇതായിരിക്കും. പിന്നെ മഴയൊക്കെ അല്ലേ, കാരണം പുറത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം മഴ പെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കുറച്ചെടുത്ത് തെളിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കൂടിൻ്റെ തൊട്ടടുത്ത് നമ്മൾ നായ്ക്കൂട് വരുന്നത്. പിന്നെ ഏകദേശം ഇതിൻ്റെ ഒരു ഇടതുഭാഗത്തായിട്ട് നമ്മൾ കോഴിക്കൂട് വരിക. ആ കോഴിക്കൂടിന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ആകെ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇതെല്ലാം മഴക്ക് ഒടിഞ്ഞ് വീണേ കേട്ടോ. ഈ വാഴയിലില്ലേ നല്ല ഒന്നൊന്നര മഴയേനും. അതുപോലെ തന്നെ നമ്മൾ ചോളം കുറച്ച് ഒടിഞ്ഞ് വീണ് പോയിന് കേട്ടോ. എല്ലാം പിന്നെ കുറച്ചെല്ലാം ലെവലാക്കി വെച്ചാണ്. ഇനി അടുത്ത മഴയ്ക്ക് എന്നാ സംഭവിക്കുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ ഈ കതിര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കതിരിൻ്റെ മേലില്ലേ ഇത് ഇഷ്ടം പോലെ ഇതുണ്ട്. എന്താ പറയണ്ടേ, ഈ എന്തോ വെള്ളീച്ച അങ്ങനെ എന്തോ പറയും, ഒരു വെള്ള പാറ്റ പോലത്തെ പൊടി പോലത്തെ അങ്ങനെ എന്തെല്ലോ കാണാൻ പറ്റും. ഇപ്പം ഇന്നത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോളം ഉണ്ടല്ലോ അത് പൂത്തിട്ടുണ്ട്. അതായത് ഇപ്പം എന്താ പറയണ്ടേ വിത്ത് റെഡിയായി വരുന്നുണ്ട്. അവസാനം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നത് പറയാം. ഞാൻ ചോളം നടുമ്പം പറഞ്ഞിന് നമുക്കിത് എത്രത്തോളം റിസൾട്ട് കിട്ടും, ഇത് വർക്കൗട്ട് ആവുമോ ഒന്നും അറിയില്ലാന്ന്. പക്ഷേ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പൂവിട്ട് ഇനിയിപ്പോൾ ഇത് എന്താ പറയണ്ടേ ഇതിൻ്റെ അകത്ത് ഒരു കായ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, അത്രേ പറയാനുള്ളൂ. നമ്മളിത് കറക്റ്റ് നട്ടതില്ലേ, എനിക്ക് തോന്നുന്നു നമ്മൾ വിഷുവിൻ്റെ സമയം ഏപ്രിൽ 15-16 ഏകദേശം ഒരു സമയമായിട്ടാണ് നട്ടത്. ഇപ്പോൾ ഇതേതാ ജൂൺ 18 ഇന്ന് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം ജൂൺ 18. അപ്പോൾ ഏകദേശം ഏപ്രിൽ ടു മെയ് ജൂൺ 2 മാസം, കറക്റ്റ് 2 മാസം ഒരു 5 ദിവസമോ 2 മാസം ഒരു 3 ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് ഈ കറക്റ്റ് 2 മാസം കൊണ്ട് തന്നെ നമുക്കിത് ചോളം ചെറിയ രീതിയിൽ അവിടെ ഉണ്ടാവുന്ന കാണുന്നുണ്ട്. ചെറിയൊരു എന്താ പറയണ്ടേ, നിങ്ങളാ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ സൈഡിൽ എന്ന് വെച്ചാൽ ചെറിയ ചോളം ഒരു എന്താ പറയണ്ട ഒരു തണ്ട് ഇവിടെ കാണുന്നില്ലേ, ഈ സംഭവം ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് ചോളം പൊട്ടി വരുന്നതാണ് കേട്ടോ അവിടുന്ന്. ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മഴക്കാലമായതുകൊണ്ട് ഇത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. പല ആൾക്കാരും എന്നോട് പറയുന്നത് ഇതിപ്പം മഴയായതുകൊണ്ട് ഇത് ചിലപ്പം ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക, അതുകൊണ്ട് കുറച്ചൊരു ടെൻഷനുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്താ പറയണ്ടേ ഇത്രയും കായ് കിട്ടിയല്ലോ. ഞാൻ ഇതിന് മുമ്പ് നട്ടിനേനും കേട്ടോ. അതായത് ഒരു 2 കൊല്ലം മുമ്പ് നട്ടിട്ട് ഒറ്റയടിക്ക് അങ്ങ് പൂട്ടിപ്പോയിന്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഓൺലൈനായിട്ട് വാങ്ങിയാൽ തോന്നുന്നു. വിത്ത് വാങ്ങിയിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ അങ്ങനെ വളർന്നിട്ടേ ഉള്ളൂ. പിറ്റേ ദിവസം തന്നെ എന്താ പറയണ്ടേ മുരടിച്ച് അതിൻ്റെ ഇലയിൽ ഇങ്ങനെ ശോഷിച്ച് അവസാനം ഒന്നും ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ ഇത് നമുക്ക് അത്യാവശ്യം നമ്മളെ ഒരു അരേൻ്റെ കട്ട കുറച്ച് വലിപ്പമുണ്ട്. അത്യാവശ്യം ആ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടീനി, കായം ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താ പറയണ്ടേ ഫുൾ റിസൾട്ട് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാലേ പറയാൻ പറ്റൂ. പക്ഷെ എന്നാലും ഇത്രയും കായല്ലോ. ഇനി പിന്നെ വേറെ പല ആൾക്കാരും പറയുന്നത് ഇത് നല്ല വെയിൽ വേണമെന്നാണ്. അത് സത്യം തന്നെയാണ്. കാരണം വെയിലില്ലെങ്കിൽ ഇത് ചോളം കായ്ക്കൽ കുറവായിരിക്കും. നട്ട സ്ഥലത്ത് വേലേറെ കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങ് എന്താ പറയണ്ടേ നല്ല ഓവറായിട്ടുള്ള വേലൊന്നും ഇവിടെ കിട്ടൂല. പിന്നെ ഇപ്പോൾ ഒന്നാമത് മഴക്കാലം കൂടിയായി. ഈ മഴക്കാലം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. മഴക്കാലം ചോളം നടാൻ പറ്റുമോ, ഇതിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണോ? പല ആൾക്കാരും പറയുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു സമയമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല സമയം എന്നാണ് പറയുന്നത്. ആ ഒരു വെയിൽ കൂടുതലുള്ള സമയം. നമ്മളെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീറ്റ ചെലവ് നല്ല രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും.
കാരണം നമുക്ക് ഈ ചോളം നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഈ മുട്ടത്തീറ്റ ഉണ്ടല്ലോ, മുട്ടത്തീറ്റേൻ്റെ അകത്ത് പകുതിയും വരുന്നത് ചോളം വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള എന്താ പറയണ്ട കുറേ ന്യൂട്രീഷൻ ഇതാക്കാൻ വേണ്ടിയിട്ട് കുറേ റോ മെറ്റീരിയൽ പോലത്തെ കുറേ ഐറ്റങ്ങൾ അവർ അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ അകത്തൊരു പകുതി ഭാഗത്തോളം ചോളം വരുന്നുണ്ട്, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. അപ്പോൾ ആ ചോളം നമുക്കിവിടെ വീട്ടിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് തീറ്റ ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, നമ്മൾ പച്ചക്കറി വേസ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ചോളം കൂടി നമ്മൾ ഇവിടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇങ്ങനെ ആക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ കോഴികളുടെ എണ്ണം കൂടും. അപ്പോൾ കോഴികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് വീട്ടിലെ ഫുഡ് മാത്രം മതിയാവില്ല. ഈ പച്ചക്കറി വേസ്റ്റ് ആകെ ഇപ്പോൾ 2-3 ആൾക്കാർ ഫുഡ് കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് മാത്രം ഇവർക്ക് മതിയാവില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് നമ്മളെ ചോളം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചോളം ഇവിടെ കൃഷി ചെയ്യുന്നത്. നമ്മളതുപോലെ തന്നെ വീട്ടിൽ ചോളയൊക്കെ ഇതുപോലെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല വിത്ത് നോക്കി സെലക്ട് ചെയ്യണം. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ വിത്തൊക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മുളക്കും, ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് ചിലപ്പോൾ അതാകെ ഒന്നുമില്ലാണ്ടായി പോകും. അതെനിക്ക് പറ്റിയൊരു അനുഭവം ചെയ്യുന്നു. ഇത് നല്ല ഹൈ ക്വാളിറ്റി വിത്ത്. ഞാൻ ഇത് വാങ്ങിയത് മൈസൂരിൽ നിന്ന് കേട്ടോ. അതും മൈസൂർ ഏകദേശം 10-60 കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഈ വിത്ത് ഒരു ഫുൾ പാക്കറ്റ് വാങ്ങിയിട്ട് ഞാൻ വന്നത്. അത്രയും ദൂരം വണ്ടി ഓടിച്ച് പോയിട്ട്. ഓൺലൈന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈന് കിട്ടും, പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഞാനത് ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒന്ന് ട്രൈ ചെയ്തിട്ട് അത് ഫെയിലായി പോയതുകൊണ്ട് പിന്നെ എനിക്ക് എന്താ പറയണ്ടേ, ഒരിക്കൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കൈ മുക്കും, പിന്നെ രണ്ടാമതും കൊണ്ടേ മുക്കൂലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഇനി ഓൺലൈൻ അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം വലിയ ബൾക്കായിട്ട് അവിടെ അവർ ചോളം കൃഷി ചെയ്യുന്ന ടീമാണ്, ബൾക്കായിട്ട് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് എടുത്തിയാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തൊട്ടപ്പുറം അവിടെ എപ്പോഴും വെള്ളത്തിൻ്റെ ഇതുള്ള സ്ഥലമാണ്, അവിടെ നട്ടിട്ടുള്ളത്. ഇത് നല്ല വേലറുള്ള സ്ഥലമാണ്. പക്ഷേ എന്നാലും ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത് മഴക്കാലമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും നോക്കാം, ഏതായാലും ഇത്രയായില്ലല്ലേ. ഇനി ഒരു മാസം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞത് മാക്സിമം ഒരു 3 മാസം കൊണ്ട് 3-3.5 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി വരും ദിവസം ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം നിങ്ങൾക്ക്, എന്തൊക്കെയാണ് സക്സസ് ആണോ ഫെയിൽ ആണോ എന്നുള്ളത്. ഓക്കെ, ഇതുവരെ ഒന്നും കുഴപ്പമില്ല, ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഇനി ബാക്കി നമുക്ക് നോക്കണം. ഇതാണ് ഈ കാണുന്ന, ഞാൻ പറഞ്ഞില്ലേ അവർ ചോളം വിത്തുണ്ടാകുന്ന സ്ഥലം, ആ ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് കൂട്ടത്തോടെ കൊണ്ടെങ്കിൽ നട്ടത്. അവസാനം നട സ്ഥലമില്ലായിട്ട്, കാരണം ബാക്കി എല്ലാവർക്കും അങ്ങനെ വേലയൊന്നുമില്ല, ഇത് കണ്ടെടുക്കാൻ നടാനും പറ്റുമല്ലോ. അവസാനം അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ട് അവിടെ അങ്ങ് നട്ടു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മല്ലികയും ഇനിയിപ്പോൾ ഓണത്തിനേക്ക് കുറച്ച് മല്ലിക അതെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് അപ്പുറത്തെ ബാക്ക് സൈഡിലൊക്കെ നട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.